വാമനപുരം കണിച്ചോട് ഗ്രാമത്തെ ഒന്നടങ്കം കണ്ണീരിലാഴ്ത്തി 1.5 വയസ്സുകാരി പവിത്രമടങ്ങി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ആംബുലൻസിൽ കുഞ്ഞ് പവിത്രയുടെ ചേതനയറ്റ ശരീരം വീട്ടിലെത്തിച്ചപ്പോൾ കണ്ടുനിന്നവർക്ക് ആർക്കും സങ്കടമടക്കാനായില്ല. തങ്ങളുടെ കൺമുന്നിൽ ചിരിച്ചുകളിച്ചു നടന്ന കുരുന്നിനെ ഒരു നോക്ക് കാണാൻ നാട് മുഴുവൻ അശ്വതി സുഭാഷ് ദമ്പതികളുടെ വീട്ടിലേക്ക് ഒഴുകിയെത്തി. വീടിന്റെ ഉമ്മറത്തേക്ക് കുഞ്ഞിന്റെ ശരീരം കിടത്തിയപ്പോൾ അമ്മൂമ്മയുടെയും മറ്റ് ബന്ധുക്കളുടെയും നിലവിളി കണ്ടുനിന്നവരുടെ ചങ്കുപിളർക്കുന്നതായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് നാടിനെ നടുക്കിയ ആ മരണം സംഭവിച്ചത്. തൊഴിലുറപ്പ് ജോലി കഴിഞ്ഞ് മുത്തശ്ശി തിരികെ വീട്ടിലെത്തിയപ്പോൾ കണ്ടത് അനക്കമില്ലാതെ കിടക്കുന്ന പവിത്രയെയാണ്. കുഞ്ഞ് ഉറങ്ങുകയാണെന്ന് കരുതിയെങ്കിലും എത്ര വിളിച്ചിട്ടും എഴുന്നേൽക്കാതായതോടെ പരിഭ്രാന്തരായ ബന്ധുക്കൾ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. പ്രാഥമിക പരിശോധനയിൽ കുഞ്ഞിന്റെ കഴുത്തിലെ പാടുകളും ചുണ്ടിലെ മുറിവും കണ്ട ഡോക്ടർമാർ സംശയം പ്രകടിപ്പിച്ചതോടെയാണ് സംഭവത്തിന്റെ ചുരുളഴിയുന്നത്. പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ അമ്മ അശ്വതി തന്നെ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് സമ്മതിക്കുകയായിരുന്നു. പ്രസവാനന്തരം സ്ത്രീകളിൽ അപൂർവമായി കണ്ടുവരുന്ന പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് എന്ന അതീവ ഗുരുതരമായ മാനസികാവസ്ഥയാകാം ഈ കടുങ്കൈ ചെയ്യാൻ അശ്വതിയെ പ്രേരിപ്പിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അശ്വതിക്ക് നേരത്തെ തന്നെ മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. ഇവരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു നിമിഷത്തെ മാനസിക വിഭ്രാന്തിയിൽ പൊലിഞ്ഞുപോയ കുഞ്ഞു പവിത്രയുടെ ഓർമ്മകളിൽ വിങ്ങുകയാണ് ഇപ്പോൾ കണിച്ചോട് എന്ന ഗ്രാമം.